ദൈവസന്നിധിയിൽ നിഷ്കളങ്ക മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാതെ പിന്മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില പ്രവചനങ്ങൾ ദൈവം സക്കറിയാവിനോട് അരുളി ചെയ്തത് അവിടെ സക്കറിയാവ് ഒരു ഇടയനായിട്ട് ചിത്രീകരിക്കുന്ന രംഗങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സക്കറിയാവിനെ ഒരു നല്ല ഇടയനായിട്ടല്ല, ഒരു വിഡ്ഢിയായ ഇടയനായിട്ട് അവിടെ എടുത്തു പറയുമ്പോൾ അത് ആ ജനത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനും അത് അവർ ഗ്രഹിച്ച് മനസ്സിലാക്കി മനം തിരിയാനും ഒക്കെയും വേണ്ടിയാണ് ഈ പ്രവചനം അവിടെ സൂചിപ്പിച്ചിരുന്നത്. സക്കറിയാവ് അവിടെ 2 കോലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുമ എന്ന കോലും ഇമ്പം എന്ന കോലിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നീട് അതിനെ നാശം ചെയ്തതായിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഒരു മാസത്തിൽ തന്നെ 3 ഇടയനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ യഹൂദ ജനത്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ഒക്കെയും മ്ലേച്ഛ പ്രവർത്തികൾ കാരണം പിന്നെയും അവരെത്ര വചനം കേട്ടാലും എത്ര ആലോചന കേട്ടാലും പിന്നെയും ദൈവസന്നിധിയിൽ നിഷ്കളങ്ക മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാതെ പിന്മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്രകാരമൊക്കെയും പ്രവചന ആത്മാവിൽ കൂടി സംസാരിക്കാനിടയായി തീർന്നത്. അപ്പോൾ കർത്താവ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇടയനെ കുറിച്ച് പറഞ്ഞ് സക്കറിയാവിനെ ഒരു ഇടയനെ ആക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഒരു ഇടയന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മുറിവുള്ളതിനെ മുറിവ് കെട്ടുവാനും, വയ്യാതെ കിടക്കുന്നതിനെ കെയർ ചെയ്യാനും, അതുപോലെ തന്നെ കാണാതെ പോയതിനെ കണ്ടെത്തുകയും, നല്ല ആടിനെ അതിനെയൊക്കെ നല്ല രീതിയിൽ പോറ്റിപ്പുലർത്താനും ഒക്കെയും വേണ്ടിയാണ് ഇടയന്റെ ചുമതല എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെയും ചെയ്തിട്ടും ഈ ജനം പിന്നെയും ദൈവസന്നിധിയിൽ ഉപേക്ഷയായി കർത്താവിനെ തിരിച്ചു പറഞ്ഞ് ആ നല്ല ഇടയനെ ഉപേക്ഷിച്ചു ആ ചീത്തയായ ഇടയനെ തേടിപ്പോയപ്പോൾ അവർക്ക് സംഭവിച്ചത് നാശകരമായ അവസ്ഥയായിരുന്നു. പിന്നീട് സക്കറിയാവിനെ ഒരു വിഡ്ഢിയായ ഇടയനായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവിടെയും ദൈവാത്മാവ് എടുത്തു പറയുന്നത് ആ നല്ല ഇടയൻ എപ്രകാരം തന്നെ ജനത്തെ മേയിക്കുമോ അപ്രകാരം ഒരു ചീത്തയായ ഇടയനെ മേയിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നാമും ഇപ്രകാരമാണ് ഈ ലോകത്തായിരിക്കാൻ നേരം നാം നല്ല ഇടയന്മാരുടെ കീഴിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് നല്ല സ്വഭാവ ഗുണങ്ങളും ദൈവത്തെ നല്ല രീതിയിൽ പിൻപറ്റുവാനും നമുക്ക് സാധിക്കും. പക്ഷേ നാം ആ നല്ല ഇടയനെ മറന്നുകൊണ്ട് ചീത്ത ഇടയന്റെ പിറകെ പോകുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്ത് നാം കാണുന്നത് അനേകം കള്ളപ്രവാചകന്മാർ, അനേകം ദൈവത്തിൻ നാമത്തിൻ്റെ പേരിൽ ഇറങ്ങി അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ പിന്നിലൊക്കെ നാം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതൊരു നല്ല ഇടയനാണോ? യേശുവിൻ്റെ സ്നേഹത്തെ പറയുന്ന ഒരു നല്ല ഇടയനെയാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യാനിടയായി തീരണം. ഓരോരുത്തരും വിവേചന ആത്മാവ് പ്രാപിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വിവേചന വരം ഇല്ല എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. നന്മയേത് തിന്മയേത് തിരിച്ചറിയാൻ ആ വിവേചനവരം പ്രാപിപ്പാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിന് കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ആ ചീത്തതേത് നല്ല ഇടയൻ ഏതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മെ തന്നെ ശോധന കഴിക്കുവാനും തെറ്റായ ചതിക്കുഴിയിൽ വീഴാതെ ആ നല്ല ഇടയൻ്റെ പാത പിൻപറ്റുവാനും നമുക്ക് സാധിക്കും. നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവനെ തരുവാനും തയ്യാറായി നിൽക്കുന്ന ആ നല്ല ഇടയനെയാണ് കാണുവാൻ സാധിക്കുന്നത്. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല ഇടയൻ്റെ ക്വാളിറ്റീസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. നിർബന്ധത്താൽ നമുക്കൊരിക്കലും തെറ്റിപ്പോയതിനെ നമുക്ക് ദൈവത്തിലേക്ക് മടത്തി വരുവാൻ സാധിക്കുകയില്ല. വളരെ നിർബന്ധത്താൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സോടെ വളരെ ആകാംക്ഷയോടെ നമുക്കവരെ നാം ഒരു ഇടയനായിരിക്കുമ്പോൾ നമ്മുടെ ആട്ടിൻകൂട്ടത്തെ നമ്മൾ മാതൃകയായി ജീവിച്ചെങ്കിൽ മാത്രമേ ആ ആട്ടിൻകൂട്ടത്തെയും അപ്രകാരം മാതൃകയുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ അവരെ നമുക്ക് ഉത്സാഹിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ നോക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ ജീവിതം എപ്രകാരമുണ്ട്? നാം വിശ്വസ്തയോടുകൂടിയാണോ ദൈവത്തെ പിൻപറ്റുന്നത്? ആട്ടിൻകൂട്ടത്തെ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ നമുക്ക് ആട്ടിൻകൂട്ടമായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നോക്കുമ്പോൾ ആ ആട്ടിൻകൂട്ടം ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ക്രിസ്തുവിനെ കാണുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവർ ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ച്
ദൈവത്തിൻ്റെ പൈതലാണെന്നൊക്കെയും പറയാനിടയായിത്തീരും. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അതൊക്കെയും കാരണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പത്രോസിൻ്റെ ലേഖനത്തിൽ അവസാനം വരുമ്പം പറയുന്നത്, വാടാത്ത കിരീടം, ഇങ്ങനെ നിങ്ങൾ ആ ആട്ടിൻകൂട്ടത്തെ നല്ല രീതിയിൽ മേയ്ക്കുവാണെങ്കിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത കിരീടം പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ നല്ലൊരു ക്രിസ്തു നയിച്ച് ആ വാടാത്ത കിരീടമൊക്കെ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.